എൻ്റെ സൈക്കിൾ കണ്ടിട്ട് ഒരാൾ പോയ വഴിക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, ഹൗ യു? I'm fine. What's your name? My name is. Nice, smart girl. What are you doing with your? You can see in your YouTube. You can see. Okay, what are you doing? I love Pondicherry Pondicherry. because we stayed there 1 month with other students. Oh, okay. So it was lovely place. 200ഓളം സ്കൾപ്ചേഴ്സ് ഉണ്ട്. ഇതൊരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഓസ്ലോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായത് വരെ ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ നമുക്ക് ആ ജീവിതത്തിൻ്റെ പല സ്പാനുകൾ ഇങ്ങനെ കാണാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ ഇന്ത്യൻ എംബസിയിലേക്ക് പോവുകയാണ്. ഓസ്ലോയിലുള്ള നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട ഇങ്ങനെ. ഇത് നോർവേയുടെ ക്യാപിറ്റലാണ് ഓസ്ലോ എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി പറയാം, ഞാൻ കേരളത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ 32ാമത്തെ രാജ്യത്ത് എത്തി നിൽക്കുകയാണ്. ദിസ് ഈസ് മൈ 32nd കൺട്രി. ജൂൺ 1 ലണ്ടനിലെത്താനാണ് പ്ലാന്. ഞാൻ ഓൾമോസ്റ്റ് ഇന്ത്യ എംബസിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനിയൊരു 1 കിലോമീറ്ററും കൂടെ കാണിക്കുന്നത്. ഇതാണ് കിടിലൻ ഓസ്ലോ. നല്ല രസമുള്ള ബിൽഡിങ്ങുകളാണ്. പലതും പല കളറിൽ ഹലുവ കഷ്ണം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വേറെ കളറ്, അത് വേറെ കളറ്, എല്ലാം ഡിഫറെൻറ്റ് കളറിൽ. ഇന്ത്യൻ എംബസി ഇവിടെ എവിടെയോ ആണ് കേട്ടോ. ഞാനൊന്ന് ലൊക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സിഗ്നലായി. ഗൂഗിൾ മാപ്പ് പറയുന്നതനുസരിച്ച് ഇവിടുന്ന് റൈറ്റ് എടുക്കാനാണ്. എടുത്തു നോക്കാം. അല്ലാ, ഇതാണ് നമ്മുടെ എംബസി. ഇന്ത്യൻ്റെ ഫ്ലാഗ് ഇതാ. കൗൺസിലർ സെക്ഷൻ, എംബസി ഓഫ് ഇന്ത്യ. ഇവിടുത്തെ ട്രാം പോകുന്ന വഴിയാണ്. ട്രാമിൻ്റെ സ്റ്റേഷൻ നടുവിലൊരു റൗണ്ട് ബോട്ടിൻ്റെ ഉള്ളിലാണ് സ്റ്റേഷൻ കൊടുത്തത്. ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ, റൗണ്ട് ബോട്ട് യൂസ്ഫുൾ ആക്കുന്ന രീതിയിൽ. ഇതിൻ്റെ ചുറ്റും റോഡ് പോകുന്നുണ്ട്, നടുവിൽ ഒരു ട്രാമിൻ്റെ സ്റ്റേഷന്. ഒരു മഴക്കാറുണ്ട്, അതുകൊണ്ട് ഭയങ്കര ഒരു മൂടി കിടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഓസ്ലോയിലുള്ള വിഗലാൻഡ് പാർക്കിലാണ്. വിഗലാൻഡ് പാർക്ക്. ഈ പാർക്കിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുറേ സ്റ്റാച്യൂസ് ഉണ്ടെന്നാണ് പാർക്കിൽ, വെറൈറ്റി ആയിട്ടുള്ള. അപ്പോൾ അതൊന്ന് കണ്ടേക്കാം. ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളൂ, അടുത്താണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാർക്കിലാണ്. ഈ വഴിക്കാണ് ഇപ്പോൾ വന്നത്. ഇനി നേരെ ഇതിൻ്റെ മെയിൻ ഗേറ്റ് എവിടെയാണെന്നായിരിക്കും. എൻ്റെ സൈക്കിൾ കണ്ടിട്ട് ഒരാൾ പോയ വഴിക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, ഹൗ യു? I'm fine. What's your name? My name is Ann-Katrin. Katrin. But it's really Lady Ann-Katrin. But I use Ann-Katrin. Nice to meet you. Thank you. The same. You like cycling? Yes. Oh, nice. And I didn't expect to meet a cyclist from India from the park in Oslo. Not expecting I a live person nearby. from. You thought nearby. First, you thought nearby, right? Yeah. But I've been walking because I like to walk and go. Okay. Every day you walking? Every day you walking through this park? Or? No, but every day I'm walking. I'm walking a lot. Okay. Yes. It's a beautiful place. Yeah, Scandinavia yeah. is very beautiful, very nice But park. I've seen this winter we had so many tourists from This is, Asia. Yeah. In winter time too. This is your summertime. You feel this is very hot, right? Yes. For me, it's very cool. It's not so hot now, but it's 1 month ago it was. What is this? This is for love.
For love. Yeah. If we were in love, Yeah. maybe we had put up some of them. Oh, many. And people from all over the world put them on. Oh, nice. And If it is full, what will do? Next bridge or where? oh, I don't know. And you see, this is a bird. I don't know the selva. Here you can see, Hegre. It's standing like this, and it's Yes, big yes, you're wings. standing like this. In India Sometimes also. it's here and hunting. ഓക്കെ ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ സ്കൾപ്ചർ പാർക്കിലാണ്. സ്കൾപ്ചർ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് സ്റ്റാച്യൂസ് ഉള്ള 200ഓളം സ്റ്റാച്യൂസ് ഉണ്ട് ഈ ഒരു പാർക്കിൽ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പാർക്കാണ്. ഇതിൻ്റെ ഒരു തീം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൻ്റെ പല ഇമോഷൻസാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പല രീതിയിലുള്ള ഇമോഷൻസാണ് ഈ ഒരു സ്കൾപ്ചറിലൂടെ ഒരു ആർട്ടിസ്റ്റ്, ഇതൊരൊറ്റ ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയൊരു സംഭവമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ പല ഇമോഷൻസാണ് ഇതിൽ അവർ മെൻഷൻ ചെയ്യുന്നത്. 200ഓളം സ്കൾപ്ചേഴ്സ് ഉണ്ട്. അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, ഫുള്ളായിട്ട് കണ്ടോളൂ. ഇതിൽ അടികൂടുന്ന പല തരത്തിലുള്ള ഇമോഷൻസാണ്. ദേഷ്യം, സ്നേഹം, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ. ഇതൊരു വിഗലാൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ഈ ഒരു സ്കൾപ്ചേഴ്സൊക്കെ ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർക്കിൻ്റെ പേര് വിഗലാൻ പാർക്ക് എന്നാണ്, വിഗലാൻഡ്. 200ഓളം സ്കൾപ്ചേഴ്സ് ഉണ്ട്. ഇതൊരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഓസ്ലോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടുത്തെ ലോക്കലായിട്ടും ടൂറിസ്റ്റായിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്നൊരു സ്പോട്ടാണ്. ഏക്കർ കണക്കിന് പരന്ന് കിടക്കുകയാണ്. ഞാനിപ്പോൾ ഒരു സൈഡിലൂടെ മാത്രമാണ് ഇപ്പോൾ പോകുന്നത്. ഇതേപോലെ ഇനി ആ സൈഡിലും ഇതേപോലത്തെ കുറേ ശില്പങ്ങളുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രോൺസിൽ, പിന്നെ മാർബിള്, ഗ്രാനൈറ്റിൽ, അങ്ങനെ കുറേ സംഭവങ്ങളിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേ എണ്ണം ബ്രോൺസിലാണ്, കുറേ എണ്ണം മാർബിളിലാണ്, കുറേ എണ്ണം ഗ്രാനൈറ്റിലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ആ ഒരു സംഭവമാണ്. ആ നടുവിൽ കാണുന്ന അതിൽ 121 മനുഷ്യ ശരീരങ്ങളുടെ ഒരു ശില്പങ്ങൾ വെച്ചിട്ടാണ് ആ മോണോലിത്ത് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കി. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്. ആ ഒരു പോർഷനാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ നടക്കുന്നത് ജസ്റ്റ് എൻട്രൻസ് ആണ്. മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വന്ന് ഇനി നേരെ പോയിട്ട് സ്റ്റെപ്പ് കയറിയിട്ട്, ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് ആ ഒരു ടോപ്പിൽ പോയിട്ട് ആ ഒരു സംഭവം കൂടി കാണാം. ഇപ്പം നോർവേയിൽ ഇവിടെ ഓസ്ലോയിൽ വരുന്നവർ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ വിഗലാൻ പാർക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ വേറെ സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ ചുരുങ്ങിയ 2 ദിവസം കൊണ്ട് എനിക്ക് കാണാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചിട്ട് കാണും എന്നുള്ളതാണ്. കാരണം സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ്. എല്ലാം പോയി കാണണം എന്നുണ്ട്. പക്ഷേ ഇത് ഫ്രീ ആട്ടോ. ഈ പാർക്കിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. ഇതിൽ പേയ്മെൻ്റ് ഒന്നുമില്ല. ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം ആ ഒരു സ്കൾപ്ചറിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ മോണോലിത്തിക് സ്റ്റാച്യു, എന്താ പറയുക, ഒരു സ്തൂപം. 121 സ്കൾപ്ചേഴ്സാണ് അതിന്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ശില്പി നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഓരോ ശില്പങ്ങളും. സൈക്കിൾ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു കേട്ടോ. ഞാൻ സൈക്കിൾ താഴെ വെച്ച് പോന്നതാണ്. യെസ്, അതാണ് ആ കാണുന്നതാണ് സംഭവം.
ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായത് വരെ ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ നമുക്ക് ആ ജീവിതത്തിൻ്റെ പല സ്പാനുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങൾ ചെറുത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വലുതായി 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 ആ എൻഡിൽ പ്രായമായത്. എന്നാലും ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഇതുവരെ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ സഞ്ചരിച്ചു, അവിടെയൊന്നും ഇല്ലാത്തൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണത്. അടിപൊളി, മസ്റ്റ് വിസിറ്റാണ്. നോർവേയിൽ ഓസ്ലോയിൽ വരുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് പോയാൽ മതി. മസ്റ്റ് വിസിറ്റാണ്. ഓരോ ശില്പത്തിനും ഓരോരോ കഥകൾ പറയാനുണ്ട്. ഇവിടുത്തെ ഗൈഡ് അതിനെപ്പറ്റി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഗൈഡൊന്നുമില്ല, ഞാൻ ടൂർ പാക്കേജിലൊന്നുമല്ല. പക്ഷേ ഓരോ ശില്പത്തിനും ഓരോരോ തീമുണ്ട്. ഇത് കുറേ കുട്ടികളും അമ്മയും ഇത് മാർബിളാണ് കേട്ടോ, ഗ്രാനൈറ്റിലാ. പല ഏജിലുള്ള സ്കൾപ്ചർ, ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ സ്കൾപ്ചേഴ്സിലുണ്ട്. ഇതുകൊണ്ടാണ് ഇത് വേൾഡിലെ ഏറ്റവും വലിയ സ്കൾപ്ചർ പാർക്ക് എന്ന് പറയാൻ കാരണം. അത് കൂടാതെ ഇതിൻ്റെ ചുറ്റും ഇതാ ശില്പങ്ങൾ കൊണ്ടൊരു ആറാട്ടാണ്. പിന്നെ കുറച്ചുകൂടി പോയിട്ട് അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ശില്പം കാണുന്നുണ്ട്. എന്താന്ന് ഞാൻ കാണിച്ചു തരാം. അതാണ് ഓക്കെ. അപ്പം ഇതാണ് ഇതാണ് വിഗലാൻഡ് പാർക്ക്. അപ്പോൾ വിഗലാൻഡ് പാർക്കിലെ കാഴ്ചകളാണ് ഇതുവരെ നിങ്ങൾ കണ്ടത്. ഇത് ഒരുപാട് വലിയ ഏരിയ ആണ്. ഇത് മൊത്തം ചുറ്റി കാണുകയെന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇത് അവിടെ ഒരു ചേർച്ച് കാണുന്നുണ്ട് വളരെ ദൂരമായിട്ട്. പറ്റുകയാണെങ്കിൽ ഒന്ന് അവിടെ പോവാം. എനിക്ക് തോന്നുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേർച്ചാന്ന് തോന്നുന്നു. What's your name? Lisa. Caroline. Your name? Thomas. Thomas. My name Faiz. Hi. Nice smart girl. What are you doing Huh? with your... You can see in your YouTube. You can see. Okay, what are you doing? I want to see the video.
You want to see Your the name? video? Margaret. Margaret. Nice to meet you. You are from here, Oslo. Yeah, I grew up here. Oh, okay. You visit India before, right? Yes, Yeah, 2 times. two, yeah. two times. Which year? It's long. 1999, the first time. No, Then it was 2000. Year 2000, Beginning yeah. of 2000. Beginning of And 2000. then the second time in 2008. 2008. I've been to Tamil Are you planning to? Nadu. Are you planning to again? I would Come love again? to. Yeah. I would love to Okay. go. I love Pondicherry Pondicherry. because we stayed there 1 month with other students. Oh, okay. So it was lovely Lovely. place. And Kerala. never Tamil. been. My Never- cousin loves Kerala. She Oh. goes there all the time. Yeah, next time you can visit Kerala. Kerala is But beautiful, this God's St. own Andreas is gonna country. get flooded, right? So many floods there. No, that is only 1-2 times happened Okay. because of rain. Otherwise, it's fine. So Kerala is a God's own country. You can come and visit. It's a Okay. beautiful place, actually. Now my cousin says it's exactly. Oh. Do you want to come with me to see the Yeah, angry yeah. boy? Yes, of course.